സീസ് ഫയർ ഈസ് നോട്ട് പീസ്. സമാധാനം, ദൈവീക സന്തോഷം ഒരു ബന്ധത്തിനകത്തുണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരു മഹത്വത്തിന്റെ ഒരു തലമാണ്. ഞങ്ങൾ വഴക്കുണ്ടാക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ അധികം ഒന്നും നമ്മളെ കുറിച്ച് പറയരുത്, നമ്മളിപ്പോഴും ഒരുമിച്ചുണ്ട്. അതല്ല സ്നേഹം. പിന്നെ വിവാഹം പോലുള്ള വിശുദ്ധ ഉടമ്പടി, ദൈവം സ്ഥാപിച്ച കുടുംബം എന്ന് പറയുന്ന വിഷയത്തെ അത്ര ലാഘവമായി നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെ? നമ്മുടെ അനുഭവങ്ങൾ വചനത്തിലേക്ക് കൊണ്ടുവരികയല്ല, വചനം അനുഭവത്തിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്നും യുദ്ധമല്ല, എന്നും വഴക്കല്ല, അല്ലേ? 40 ദിവസം മരുഭൂമിയുടെ അനുഭവം യേശു കർത്താവിനുണ്ടായി. പിശാച് ഇറങ്ങി വന്ന് മുഖാമുഖം നിന്ന് യേശുവിനെ പരീക്ഷിച്ച ഒരു സമയമുണ്ടായി. പക്ഷേ അത് സക്സസ്ഫുള്ളായി ജയിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ചില കഠിന പരിശോധനയുടെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിട്ടുകൊടുക്കാതെ ദൈവം വെച്ചിരിക്കുന്നതിന് വേണ്ടി അവിടെ നിലകൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ അടുത്ത തലത്തിനകത്തേക്ക് നമ്മെ കുടുംബമായി കയറ്റി നിർത്തി തന്റെ രാജ്യത്തിന് വേണ്ടി നമ്മെ പ്രയോജനപ്പെടുത്തുന്ന നാളുകളുണ്ട്. പ്രോവേർബ്സ് 21 സദൃശ്യവാക്യം 24 അധ്യായത്തില് ഭവനം പണിയുന്നത് എന്തുവാ? ഇഷ്ടികയും സിമെന്റും വെച്ചിട്ട് അല്ല, അല്ലേ? കുടുംബജീവിതങ്ങൾ പണിയപ്പെടുന്നത് സ്നേഹം കൊണ്ടും മാത്രമല്ല. ചടങ്ങുകളല്ല നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഈ ഒരു കൗൺസിലിങ്ങിന്റെ മേഖലയിലോട്ടൊക്കെ വരാനും എല്ലാം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരു വചനം കൂടിയായിരുന്നു ഇത്. നമ്മളെല്ലാം കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒന്ന് ഓർത്ത് നോക്കിക്കുക, ആ കാലങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് പഠിപ്പീര് തന്ന ഒരു ലൈസൻസോ ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും തന്നിട്ടല്ല നമ്മൾ ആരും കല്യാണം കഴിച്ചത്, അല്ലേ? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നോക്ക്. നമുക്കൊരു നേഴ്സ് ആവണം, ഒരു ഡോക്ടർ ആവണം, ഒരു എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖല നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വർഷത്തെ പരിശീലനം, പഠിപ്പീര് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്ന് അതിന് ശേഷമാണ് നമ്മൾ ആ ജോലി തുടങ്ങുന്നത്, അല്ലേ? ഈവൻ നമുക്കൊരു റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിലോ, എനിക്കിപ്പോൾ ലൈസൻസ് കിട്ടാൻ പ്രായമായി, എൻ്റെ അപ്പന് വണ്ടി മേടിച്ചു തരാനുള്ള കാശുണ്ട്, അതുകൊണ്ടൊരു വണ്ടി മേടിച്ച് അതിനകത്ത് കയറി ഇരുന്ന് അങ്ങ് ഓടിച്ചേക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? നാടിൻ്റെ നിയമം അനുസരിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് അത് പഠിച്ചേലേ പറ്റൂ. ആ ലൈസൻസ് കയ്യിലുണ്ടേലേ വണ്ടി ഓടിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ. പക്ഷേ ഇതൊരു ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു വിരോധാഭാസം എന്ന് നമുക്ക് പറയാം. വണ്ടി ഓടിക്കാൻ അറിയാത്ത, ലൈസൻസ് ഇല്ലാത്ത ഒരുത്തൻ വണ്ടി ഓടിച്ചാൽ ആക്സിഡന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ചെറിയ ഡാമേജുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പം ചില ജീവിതങ്ങൾ തന്നെ അതിനകത്ത്
അകപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്നതാണ്. എന്നാൽ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള അറിവും മനസ്സിലാക്കലും പരിജ്ഞാനവും ഒന്നുമില്ലാതെ ഇത്ര മഹത്തായ ഒരു വിഷയത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ദുരന്തങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒത്തിരി വലുതാ. അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ഗവൺമെന്റിനോ നമ്മുടെ നാടിനോ നമ്മുടെ സഭകൾക്ക് പോലും ഇല്ല. വിവാഹപ്രായമായി, എന്നാ പിന്നെ കല്യാണം ആലോചിച്ച് നല്ല ചേർച്ച വേണം, കുടുംബത്തിന് ചേർച്ച വേണം, പ്രായം നോക്കും, ഹൈറ്റും വെയിറ്റും അല്ലേ, പഠിത്തവും ഒക്കെ നോക്കി നമ്മളൊക്കെ ആലോചിച്ച് പിന്നെ ഇപ്പൊ കുറച്ചും കൂടെ നമുക്ക് അറിവ് വന്നിട്ടുള്ളതുകൊണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അത് ചിലപ്പോൾ എത്ര 1 മണിക്കൂറിന്റെ ക്ലാസ്, കൂടിപ്പോയാ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ. അപ്പോൾ ഓർത്തോണം, ഇത്രയും പ്രധാനപ്പെട്ട അസൈൻമെന്റിലേക്ക് നമ്മൾ കയറുക. ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ടുന്ന ഒരു ബന്ധത്തിനകത്തേക്ക് കയറാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. അതും ചിലപ്പം കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് പെട്ടെന്ന്, അന്നേരവും അവർ നാട്ടിലെത്തിയിട്ടില്ല. ഒരാൾ ചിലപ്പോൾ ഗൾഫിലായിരിക്കും, ഒരാൾ ചിലപ്പോൾ UK അപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും നമ്മളിത് നടത്തുന്നത്. ഹല്ലേലൂയ അല്ലേ? അങ്ങനെ ഒരു കുറവ് അതുണ്ട്. നമ്മളത് ഗ്രഹിക്കണം, നമ്മളത് മനസ്സിലാക്കണം. എന്താണ് കുടുംബജീവിതം? ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവായി തീരുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു നല്ല ഭാര്യയായി തീരുവാൻ കഴിയുന്നത്? ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ആവശ്യങ്ങൾക്കകത്തുള്ള വ്യത്യാസങ്ങൾ എന്താണ്? അവരുടെ ഘടനയ്ക്കകത്തുള്ള, അവരുടെ ചിന്താഗതികൾക്കകത്തുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഇത് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ റോൾ എന്താണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഈ കാര്യങ്ങളൊന്നും ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ. ഞങ്ങളൊക്കെ ഒരു MBBS ഡിഗ്രി കിട്ടാൻ എത്ര വർഷമാണ് നമ്മൾ പഠിച്ചത്? നോർത്ത് നോക്കിക്കേ. പിന്നെ നമ്മളങ്ങ് നിർത്തിയതാ അല്ലേ പഠിക്കാം. 50-ാമത്തെ വയസ്സ് വരെ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. വ്യാജ ഡോക്ടർമാരെ കുറിച്ച് കേട്ടിട്ടില്ലയോ? നമുക്ക് പഠിത്തവും വേണ്ട, സർട്ടിഫിക്കറ്റും വേണ്ട. ഒരു പാരസെറ്റമോൾ എഴുതി കൊടുക്കാൻ ഈ 6 വർഷം പഠിക്കണോ? നമുക്കറിയത്തില്ലയോ? അല്ലേ ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കണോ? അതിനകത്ത് ഇത്രയും ആഴമായ പഠനത്തിൻ്റെ ആവശ്യം എന്തുവാ? രോഗങ്ങൾ പല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പേഷ്യൻറ്റിൻ്റെ പുറത്ത് കത്തി വെക്കണമെങ്കിലോ? ഞങ്ങളൊക്കെ ഡെലിവറി എടുക്കുന്ന എത്രയോ കാലങ്ങൾ അമ്മച്ചിമാർ വീട്ടിലല്ലയോ പ്രസവിക്കുന്നേ? അതിന് ഡോക്ടർ വേണോ? പക്ഷേ ഈ 5 വർഷത്തെ പഠിത്തവും കഴിഞ്ഞ് പിന്നെ 1 വർഷത്തെ പഠിത്തവും കഴിഞ്ഞ് പിന്നെയും കുറേ കാലം കുത്തിയിരുന്ന് പിന്നെ ഒരു പരീക്ഷ പാസ്സായി പിന്നെ 3 വർഷം പഠിച്ച് എന്നിട്ടാണ് അവർ നമുക്കൊരു ഡിഗ്രി തരുന്നത്. എന്താണ്? ഒരു രോഗിയുടെ പുറത്ത് ആധികാരികമായിട്ട് കൈവയ്ക്കാൻ. ഹല്ലേലൂയ. പിന്നെ വിവാഹം പോലുള്ള വിശുദ്ധ ഉടമ്പടി, ദൈവം സ്ഥാപിച്ച കുടുംബം എന്ന് പറയുന്ന വിഷയത്തെ അത്ര ലാഘവമായി നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെ? അതിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് ദൈവത്തെ കൂടെ കുറ്റം പറയുന്നത്. ആദാം പറഞ്ഞ പോലെ, നീ തന്ന ഭാര്യ അത് എൻ്റെ കുഴപ്പമല്ല, ഞാൻ ചോദിച്ചതുപോലുമില്ല, ദൈവമേ നീ ഞാനും മാത്രം മതിയായിരുന്നു. മനോഹരമായ ഏദൻ തോട്ടം, ഇവൾ എൻ്റെ കൂടെ കൂടിയ പിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പം എന്താ? നമ്മൾ ദൈവത്തെയും കൂടെ കുറ്റം പറയും. എന്നാൽ എത്ര വലിയ സ്റ്റാൻഡേർഡാണ് ദൈവം ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ പേരും എന്തുവാ ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ ഒന്നെങ്കിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു വാക്കാ എന്തുവാ? പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടായോ? അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വാക്ക് ഇതിനകത്തില്ല. കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാനോ സഹിക്കുക എന്നാ നമ്മൾ പറയുന്നത് അല്ലേ? എന്തോ ചെയ്യാനാ? കല്യാണം കഴിച്ച് പോയി, ഇനിയിപ്പോ പോകാൻ പെട്ടുപോയി. ഏറ്റവും കൂടുതൽ തമാശകള്
ഏറ്റവും കൂടുതൽ തമാശകൾ കുടുംബജീവിതത്തെക്കുറിച്ചാണ്, ഭാര്യമാരുടെ വിഡ്ഢിത്തരങ്ങളെക്കുറിച്ചും അല്ലേ. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊരു വ്യൂവേഴ്സാണ്. ആൾക്കാർക്ക് അതങ്ങോട്ട് കണ്ട് ചിരിക്കാനും രസിക്കാനും. ഒരിക്കലും ശരിയാകാത്ത ഒരു ബന്ധമാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ബന്ധമെന്നൊക്കെ പറഞ്ഞു ഫലിതങ്ങളും തമാശകളും അത് കണ്ട് കുറേ പേര് ചിരിക്കാനും, ഭാര്യമാർക്ക് എപ്പോഴും സംശയമാണെന്നും ഭർത്താക്കന്മാർക്കൊന്നും ഈ ഭാര്യമാരെന്നും ഒരു തലവേദനയാണെന്നും, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഹിറ്റ് കൊമേഡിയുടെ ഒക്കെ കണ്ടന്റ്. ഇതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരവയ്ക്കലും ഒരാടെ പുറകിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഇതൊക്കെയാണ്. അപ്പൊ എന്താ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലോ കേരളത്തിലോ തിരുവനന്തപുരത്തെയോ കൾച്ചറല്ല നമുക്ക് വേണ്ടുന്നത്. നമ്മൾ സന്തോഷത്തോടെ പറയും നമ്മൾ ഇന്ത്യൻസ് ആണ്, അത് നമുക്ക് മലയാളികളാണ്, അതൊക്കെ നമുക്ക് ഒരു അഭിമാനമാണ്. എന്നാൽ നമ്മുടെ ശരിക്കുമുള്ള പരിചയം അതൊന്നുമല്ല. നമ്മൾ ദൈവ മക്കളാണ്, ദൈവരാജ്യത്തിന്റെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഹല്ലേലൂയ. അതിനി അമേരിക്ക ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും അല്ലേ, ആഫ്രിക്ക ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും എന്താണെങ്കിലും കൊള്ളാം. നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പാരമ്പര്യമല്ല, ദൈവരാജ്യത്തിൻ്റെ പാരമ്പര്യം. ഹല്ലേലൂയ. അവിടെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പാഷൻ കിടക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പിടിച്ച് മേടിക്കാനുള്ള ശ്രമങ്ങളാണല്ലോ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഒത്തിരി വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മളെ നിലനിർത്തിയത് അല്ലേ, ഈ കീഴോട്ട് പോകാതെ. എന്നാ പിശാച് എന്തിനാ നോക്കുന്നേ? എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതിരുന്നാൽ നമ്മുടെ പുറകെ വരത്തില്ല. ദൈവം വെച്ചിരിക്കുന്ന ലെവലിലേക്ക് കയറാതിരുന്നാൽ മതി. നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ വലിയ വഴക്കൊന്നുമില്ല. അത് ഞാൻ പറയാം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, സീസ് ഫയർ ഈസ് നോട്ട് പീസ്. സമാധാനം, ദൈവീക സന്തോഷം ഒരു ബന്ധത്തിനകത്തുണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരു മഹത്വത്തിൻ്റെ ഒരു തലമാത. ഞങ്ങൾ വഴക്കുണ്ടാക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും, കോംപ്രമൈസ് ആയിരിക്കും. ഇവളോടൊക്കെ എന്തോ പറയാനാ, മിണ്ടാതിരുന്നാ ഇല്ലയോ? അങ്ങനെയല്ലയോ ഒത്തിരി വീടുകളിലും. എന്തോ പറയാനാ, പറയാൻ പോയാലില്ലയോ വഴക്ക്. അതുകൊണ്ട് നീ നിൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ അധികം ഒന്നും നമ്മളെക്കുറിച്ച് പറയരുത്, നമ്മളിപ്പോഴും ഒരുമിച്ചുണ്ട്. അതല്ല സ്നേഹം. ഇതിനകത്ത് നമ്മളെ കീഴോട്ട് വലിക്കാൻ നോക്കും. അതിനെ, ആ പ്രഷറിനെ അതിജീവിച്ച് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്കുള്ള ഒരു യാത്രയാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുകളാണ്. ഹല്ലേലൂയ. ഉദാഹരണം ഇല്ലേ, നിറച്ചുദാഹരണമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പഠിപ്പിച്ചിട്ട് പറയുക, ഞാൻ ഇതാ പറയുന്നതെങ്കിലും ഞാനൊരു മർമ്മമത്രേ. ഹല്ലേലൂയ. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇത് ശ്രദ്ധിച്ചോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വചനമാണ്. ഇത് തന്നെ യേശു കർത്താവ് എടുത്ത് സുവിശേഷങ്ങളിൽ കോട്ട് ചെയ്ത് പറഞ്ഞു. നമ്മൾ വായിച്ചല്ലോ മത്തായി 19 അല്ലേ, സെയിം വേഴ്സ്. അത് തന്നെ അപ്പോസ്തലന്മാര് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ എഫേസ്യ ലേഖനത്തിൽ വന്നപ്പോൾ വേറെ സ്റ്റാൻഡേർഡ് ഇല്ല. ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കാനും പറ്റത്തില്ല, ഇതിനകത്തുനിന്ന് എടുത്തു മാറ്റാനും നമുക്ക് അനുവാദമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് ഒരു നാളിലും മാറ്റമില്ല.
അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. നമ്മുടെ അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ അനുഭവങ്ങൾ വചനത്തിലേക്ക് കൊണ്ടുവരികയല്ല, വചനം അനുഭവത്തിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. അവിടെയാ നമ്മുടെ ചലഞ്ച് കിടക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ്, അത് സാധ്യമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്കൊരു പാലും തേനും ഒഴുകുന്ന ഒരു വാഗ്ദത്ത നാട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചാരന്മാരെ അങ്ങോട്ട് അയച്ചപ്പോ കുറെ പേരെന്തോ പറഞ്ഞു? ചാരന്മാർ ഉറ്റുനോക്കാൻ പോയില്ലേ? എന്തോ പറഞ്ഞു അവര്? അയ്യോ, അവിടെ എന്താ ആരുണ്ട്? അവർക്ക് പാലും കാണാൻ മേല. അതുണ്ട്, പക്ഷെ അവരുടെ കണ്ണിൽ മാഗ്നിഫൈ ആയി നിന്നത് എന്തുവാന്നറിയാമോ? മൊത്തം മല്ലന്മാരാ. നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ പറഞ്ഞത് പാസ്റ്ററിന് എന്തോ വേണമെങ്കിലും പ്രസംഗിക്കാം, ഇതൊന്നും ഇവിടുന്ന് താഴെ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മളത് പറഞ്ഞില്ലേലും മനസ്സിലെങ്കിലും ചിന്തിക്കും, പാസ്റ്ററിന് എന്തോ വേണമെങ്കിലും പ്രസംഗിക്കാം, പക്ഷെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനല്ല ദൈവത്തിന്റെ വചനത്തിനകത്ത് അല്ലേ. ആ ചാരന്മാരിൽ 2 പേരെന്തോ പറഞ്ഞു? യോശുവയും കാലേബും നമ്മുടെ ദൈവത്താൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സാധ്യമാണ്. എന്നെ കൊണ്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, എൻ്റെ ദൈവം വലിയവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മുടെ മക്കളോട് പോലും ഒരു സാധനം മേടിച്ചു കൊടുക്കാമെന്ന് വെറുതെ നമ്മൾ പറയുമോ? ആശ കൊടുത്തിട്ട് മേടിക്കാൻ പ്ലാനും ഇല്ല, പൈസയും നമ്മുടെ കയ്യിലില്ല, മോനെ മേടിച്ചു തരാം എന്ന് നമ്മൾ വെറുതെ പറയത്തില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നടക്കും, നടക്കും, നടക്കും. യോശുവയും കാലേബിനെ നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവരിലൊരു ദൈവം അവരിൽ പ്രസാദിച്ചു, ഇവരിലൊരു വ്യത്യസ്തമായ ആത്മാവുണ്ട്. ഹല്ലേലൂയ. They have a different spirit. ആമേൻ. ഇന്ന് അങ്ങനെയുള്ള ചില ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം അന്വേഷിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ദുഃഖവുമായിരിക്കും, പരാജയമായിരിക്കും, എത്ര നോക്കിയിട്ടും ഒരു ലെവലിൽ പൊങ്ങാൻ പറ്റുന്നില്ലായിരിക്കും. സാരമില്ല. ദൈവം എന്തുവാ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത്? താഴോട്ട് അവിടെ നമുക്ക് വായിക്കാം. ഈ മർമ്മം വലിയത്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇതിന്റെ തൊട്ട് ബാക്കിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭാര്യമാരും ഭർത്താക്കന്മാരും എങ്ങനായിരിക്കണം എന്നുള്ളതിന്റെ സ്റ്റാൻഡേർഡ് കർത്താവ് തന്നെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അത് കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല, നമ്മൾ ശ്രമിക്കരുത്. ക്രിസ്തുവും സഭയും, ഈ ഭൂമിയിൽ വേറെ ഒരു ബന്ധം അങ്ങനെ ഇല്ല. ആമേൻ, ആമേൻ. ഈ ഭൂമിയിൽ വേറെ ഒരു ബന്ധം അങ്ങനെ ഇല്ല. ക്രിസ്തുവും സഭയും, അതായത് ഒരു ഭാര്യയും ഭർത്താവും, അവര് തമ്മിലുള്ള സ്നേഹവും ബഹുമാനവും അല്ലേ, ആ സഹകരണവും കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനെയും സഭയെയും അവർക്ക് ഓർമ്മ വരണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ആമേൻ. അത് കുറയ്ക്കാൻ നമുക്ക് വകുപ്പില്ല. ഹല്ലേലൂയ. അത് സാധ്യമാണ്. സഭ ക്രിസ്തുവിനോട് കീഴ്പ്പെടുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് സാധ്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ, ഒരു എന്താ, ഈ കാര്യങ്ങൾക്കകത്ത് ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ പോരെ. ഈ വഴക്കൊക്കെ ഉണ്ടാവുമ്പോഴേ നമുക്കൊരു മടുപ്പ് വരും. കുറേയൊക്കെ ഒരു കാര്യം നമ്മൾ ശ്രമിക്കും, അത് കഴിയുമ്പോൾ ഇതൊന്നും നന്നാവത്തില്ല.
ഈ പുള്ളിയോട് എത്ര പറഞ്ഞാലും ഈ പുള്ളിക്ക് എന്നെ സ്നേഹിക്ക്, ഞാൻ പറയുന്നത് കേക്ക് എന്നൊക്കെ കുറേ കാലമൊക്കെ നമ്മൾ പുറകെ നടന്നു പറയും. ഇനി ഇതൊക്കെ പുള്ളിക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക അല്ലേ. അന്നേരം നമ്മളെല്ലാവരും അന്നേരം പാടുന്ന ഒരു പാട്ട് ഏതാ? യേശു മാത്രം മതി അല്ലേ. അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്. ഈ ഭൂമിയിൽ ആരുടെയും സ്നേഹം എനിക്ക് വേണ്ട, എൻ്റെ യേശു മാത്രം. അത് പാടുന്നത് നല്ലതാണ്, പക്ഷെ ഭർത്താവിനോടുള്ള നീരസം കൊണ്ടായി പാടുന്നു. നിങ്ങളില്ലേലും ഞാൻ ജീവിതത്തിൽ മുൻപോട്ട് പോകും. ഭർത്താവ് അതുപോലെ ചിന്തിക്കും, ഇവളോട് എത്ര പറഞ്ഞാലും ഇവിടെ തലയിൽ കയറില്ല. നീ മര്യാദയ്ക്ക് സംസാരിക്ക്, നിന്റെ സംസാര രീതി എനിക്ക് ഇഷ്ടമല്ല. നിനക്കൊരു കാര്യം പറയണമെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചാലേ എനിക്കത് മനസ്സിലാകൂ. നീ അലക്കരുത്, ബഹളം വെക്കരുത്. ഇത് എത്ര വർഷം പറയും? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കത്തില്ലയോ? അങ്ങനെ വരുമ്പോഴാണ് എന്താ, കുറേ കഴിയുമ്പോൾ നമ്മളെല്ലാം അങ്ങ് കോംപ്രമൈസിൻ്റെ സ്പിരിറ്റ് നമ്മളെ കയറി പിടിക്കും. ഇതിങ്ങനൊക്കെ പറ്റും. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, അവിടെ എങ്ങും ഈ ജീവിതയാത്രയിൽ പല സമയങ്ങളിലും ഇങ്ങനെയുള്ള ഹർഡിൽസ് വന്നാലും മടുപ്പും പ്രയാസവും ദുഃഖവും നമുക്ക് തന്നെ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ ചില സമയത്തിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. കാരണം അത്രയ്ക്ക് ക്ലോസ് ബന്ധമല്ലേ. അപ്പം അതിനകത്ത് ഒത്തിരി വഴക്കുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് കുഞ്ഞുങ്ങൾ അവരുടെ വിഷയം, പിന്നെ നമ്മൾ സഭാ ശുശ്രൂഷയിലും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട ഇല്ലയോ, എല്ലാ വശത്തു നിന്നുമുള്ള പ്രയാസങ്ങൾ. ഞാൻ ഈ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ഈ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിനകത്തൊന്നും അകപ്പെട്ട് തടസ്സപ്പെട്ട് കോംപ്രമൈസ് ചെയ്യാതെ വീണ്ടും ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ ബ്രേക്ക് ത്രൂ കർത്താവ് ഞങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നു. ഹല്ലേലൂയ. എന്നും യുദ്ധമല്ല, എന്നും വഴക്കല്ല അല്ലേ. 40 ദിവസം മരുഭൂമിയുടെ അനുഭവം യേശു കർത്താവിനുണ്ടായി. അന്ന് വളരെ പിശാച് ഇറങ്ങി വന്ന് മുഖാമുഖം നിന്ന് യേശുവിനെ പരീക്ഷിച്ച ഒരു സമയമുണ്ടായി. പക്ഷേ അത് സക്സസ്ഫുള്ളായി ജയിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി എന്ന് പറയും. ഹല്ലേലൂയ. എന്നും യുദ്ധമല്ല. ഹല്ലേലൂയ. ചില കഠിന പരിശോധനയുടെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിട്ടുകൊടുക്കാതെ ദൈവം വെച്ചിരിക്കുന്നതിന് വേണ്ടി അവിടെ നിലകൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞാൽ പിശാച് നമ്മെ വിട്ടുപോകുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടുത്ത തലത്തിനകത്തേക്ക് നമ്മെ കുടുംബമായി കയറ്റി നിർത്തി തൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മെ പ്രയോജനപ്പെടുത്തുന്ന നാളുകളുണ്ട്. അതിനധികമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കണം. നോ കോംപ്രമൈസ്, കിങ്ഡം ഫസ്റ്റ്. ഹല്ലേലൂയ. അപ്പൊ ഈ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുക, ഇത് 2 പേര് കല്യാണം കഴിച്ചു, അവരായി, അവരുടെ കുടുംബമായി, മക്കളായി, അതിനുവേണ്ടി മാത്രം ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഭൂമിയിൽ 2 പേര് തമ്മിലുള്ള ആഴമായ ഐക്യതയുടെ ഒരു ബന്ധമാണ് ഒരു കുടുംബജീവിതം. ഹല്ലേലൂയ. മനസ്സിൽ മാത്രമല്ല, ചിന്തകളിൽ മാത്രമല്ല, ദേഹം, ദേഹി, ആത്മാവിലുള്ള ഐക്യത. ആമേൻ. അതാണ് ഒരു കുടുംബജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഈ ഭൂമിയിലുള്ള 2 പേര് ഐക്യമത്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടോ? If 2 of you agree together on earth concerning anything. 2 പേര് ഐക്യമത്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് യാചിച്ചാലും, ഹല്ലേലൂയ,
ആ ഐക്യതയുടെ ശക്തി എന്തുവാ? ഹല്ലേലൂയ. ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി സ്വർഗത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ, ഒരു ഭാര്യയും ഭർത്താവിനേക്കാളും കൂടുതൽ ആർക്ക് ഐക്യമത്യപ്പെടാൻ കഴിയും? ഹല്ലേലൂയ. ഇത്രയും സഭയിലുള്ള 500 ആൾക്കാരെ ഐക്യമത്യപ്പെടുത്താൻ നമ്മൾ ബുദ്ധിമുട്ടുക. മനസ്സിലായോ? ഈ യൂണിറ്റി, വണ്ണസ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭയങ്കര ഒരു ചിന്തയാത്. യാക്കോബിന്റെ ലേഖനം ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ഒരു പാറ്റേണാ. സോ വൈ വണ്ണസ് ഇൻ മാരേജ്? എന്തുകൊണ്ട് വൈ ഷുഡ് വി സ്ട്രൈവ് ഫോർ വണ്ണസ്? വിവാഹ ജീവിതത്തിൽ ഇനി മേലാൽ നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൽ മാത്രമല്ല, ഹൃദയത്തിലും മനസ്സിലും ദർശനത്തിലും പ്രാർത്ഥനയിലുമുള്ള ഐക്യത. ദൈവരാജ്യത്തിനകത്തൊരു ആറ്റം ബമ്പിന്റെ എനർജി അതിനകത്തുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും, ഹല്ലേലൂയ, അത് സംഭവിക്കാതിരിക്കാനാണ് പിശാച് ഏറ്റവും അധികം ഈ കുടുംബ ബന്ധത്തെ വെറുക്കുന്നത്. നോക്കിക്കെ, ദൈവം കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് യാക്കോബിന്റെ ലേഖനം, യാക്കോബ് 2:19. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഇതെന്തുവാന്നറിയാമോ? തൃത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഏലോഹീം. അല്ലേ? ഇതിന്റെ ആ ട്രാൻസ്ലേഷൻ, ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ അങ്ങനെ പറയുന്നത്, ഏലോഹീം. തൃത്വത്തിൽ അവര് 3 പേരും ഡിഫറെന്റ് ആണ്. അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവര് വ്യത്യസ്തരാണെങ്കിലും അവരൊന്നാണ്. ഹല്ലേലൂയ. നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക അതാണ്, മോഡൽ അതാണ്. ദൈവരാജ്യത്തിന്റെ ഏറ്റവും ഹൈയസ്റ്റ് യൂണിറ്റ് ആയിരിക്കുന്ന തൃത്വത്തിന്റെ ബന്ധമെന്ന് പറഞ്ഞാൽ അവരെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. അവർക്ക് 2 ചിന്തകളല്ല, 2 വാക്കുകളല്ല, 2 ദർശനമല്ല, അവരൊന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരു സംഗതിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതാ ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? ദൈവം ഏകനെന്ന്. ഏലോഹീം, ഗോഡ്, ഹി ഈസ് വൺ. ഹല്ലേലൂയ. തൃത്വത്തിനകത്തുള്ള ശക്തി അതാണ്. അവിടെ എന്തെങ്കിലും ഒരു ഡിസ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം പിശാച് ഉണ്ടായത് തന്നെ എങ്ങനാ? പിശാച് എങ്ങനെ ഉണ്ടായത്? ദൈവം സൃഷ്ടിച്ചതാണോ പിശാചിനെ? പറഞ്ഞേ, എങ്ങനാ പിശാച് ഉണ്ടായത്? ആരായിരുന്നു ലൂസിഫർ? ആരായിരുന്നു? ദൈവത്തിന്റെ ദൂതനായിരുന്നു, പ്രധാന ദൂതൻ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ആരാധിക്കുന്നവന് അവിടെ ഡിവിഷൻ ഉണ്ടായി. മനസ്സിലായോ? സ്വർഗത്തിൽ ആരാധനയുടെ നടുവിൽ 2 ചിന്ത. മനസ്സിലായോ? ആ ഒരു സംഗതി വന്നാൽ അവിടെ പിശാച് കയറിയിരിക്കും. 2 ചിന്തകൾ, ഡിസ്യൂണിറ്റി. ഐക്യതയ്ക്കകത്ത് എന്തെങ്കിലും ഒരു വിടവ് വന്നു കഴിഞ്ഞാൽ പിശാച് എന്തു പറ്റി? ദൈവത്തോട് മത്സരിച്ചു. 3-1 ദൂതന്മാരെ തൻ്റെ കൂട്ടത്തിലാക്കി. അല്ലേ? സ്വർഗത്തിൽ നിന്നും ദൈവം അവനെ താഴെ. അങ്ങനാണ് പിശാച് ഉണ്ടായത്. ദൈവം ആരെയും പിശാചിനെ സൃഷ്ടിച്ച് അഴുക്കായിട്ട്, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. ആമേൻ. പറഞ്ഞേ, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. ഗുഡ് ഗുഡ്. ദൈവം അങ്ങനാ പറഞ്ഞേ. അപ്പൊ ഇവിടെ എന്താണ്? നോക്കിക്കേ, ഇവരൊന്നാണ്. ഹല്ലേലൂയ. ഐക്യത, വണ്ണസ്, യൂണിറ്റി. ദൈവരാജ്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അന്തരീക്ഷം ഒരു കുടുംബത്തിന്റെ അകത്ത് വരണമെങ്കിൽ ഏറ്റവും ആദ്യം ഐക്യത. ഹല്ലേലൂയ. സ്നേഹം അതിനു വേണ്ടിയുള്ള ഒരു വഴിയാണ്, കീഴ്പ്പെടൽ അതിനു വേണ്ടി ഒരു വഴിയാണ്. പക്ഷേ ഐക്യത
ഈ പറയുന്ന ഐക്യതയ്ക്ക് താഴെ എന്തുണ്ടെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്ത് ഇരുന്ന് പോകരുത്. ഇത് മതി എന്ന് പറയരുത്. പിശാച് നമ്മളെ കബളിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. അധികം നാളത് മറഞ്ഞിരിക്കത്തില്ല. പിൽക്കാലങ്ങളിൽ അത് വലിയൊരു പ്രോബ്ലമായിട്ട് പുറത്തു വരും. ഹല്ലേലൂയ. ഐക്യത, ഐക്യത. അത് കഴിഞ്ഞ് പറയുന്നത് കേട്ടോ, യു ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് വൺ. പിന്നെ പറയുന്നത് കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. കണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പിശാചും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പിശാചിന് ഈ ഐക്യതയ്ക്കകത്തുള്ള ശക്തി അറിയാവുന്നത് കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, പിന്നെന്തോ ചെയ്യുന്നുണ്ട്. പിശാചിനെ വിറപ്പിക്കുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വല്ലഭത്വവും ദൈവത്തിൻ്റെ വിശുദ്ധിയൊക്കെ വലിയ കാര്യങ്ങളാണെങ്കിലും പിശാച് വിറയ്ക്കുന്നത് ഏതിൻ്റെ മുമ്പിലാ? ഏതിൻ്റെ മുമ്പിലാ? പറഞ്ഞാട്ട് ഐക്യത. പറഞ്ഞാട്ട് തൃത്വത്തിലുണ്ടായിരിക്കുന്ന ഐക്യത. അതിനു മുൻപിൽ അവൻ ഒരിക്കലും ജയിക്കുവാൻ കഴിയത്തില്ലെന്ന് പിശാചിന് അറിയാം, അറിയാം. ഹല്ലേലൂയ. ഇതേ ഒരു ഐക്യതയാണ് ദൈവരാജ്യത്തിൻ്റെ ഓരോ ഘടകത്തിൻ്റെ അകത്തും ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കുടുംബം ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ഭാര്യയും ഭർത്താവും. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ വായിച്ചു, മത്തായി 19 വായിച്ചു, എഫെസ്യ ലേഖനം 5 വായിച്ചു. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുകയും അവരിരുവരും ഒരു ദേഹമായി തീരും. ഒരു ദേഹവും രണ്ട് മനസ്സുമായി ഇരിക്കാൻ കഴിയുമോ? ഒരിക്കലും പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഐക്യതയ്ക്ക് വേണ്ടിയാണ് നാം പോരാടേണ്ടുന്നത്. സാരമില്ല പാസ്റ്ററെ, കുറച്ച് പഠിക്കാം, പഠിപ്പിക്കും ഞങ്ങളെ. ഇതെങ്ങനാ മനസ്സിലാക്കുന്നത്? എങ്ങനാ ഞങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ എങ്ങനെയാ അത് സോൾവ് ചെയ്യേണ്ടുന്നത്? ഈ സ്ത്രീകൾ പറയുന്നതിനെ എങ്ങനെയാ ഗ്രഹിക്കേണ്ടുന്നത്? സ്ത്രീകൾ കീഴ്പ്പെടണമെങ്കിൽ അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടുന്നത്? ഭർത്താക്കന്മാരുടെ സ്നേഹം ഭാര്യമാർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എങ്ങനെയാ? ഞങ്ങൾ പഠിക്കാൻ തയ്യാറാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചുരുങ്ങിയൊരു കാഴ്ചപ്പാടാകരുത്. ഞങ്ങൾക്കൊരു നല്ല കുടുംബജീവിതം വേണം. ഞങ്ങളെ കാണുമ്പോൾ എല്ലാവരും പറയണോ ഇവർ നല്ല, പോരാ. അതിനു വേണ്ടിയല്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകൾക്കകത്ത് കയറി നിൽക്കണമെങ്കിൽ, അന്തിമ നാളുകളിൽ കുടുംബ ജീവിതത്തെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശോധന ചെയ്യണമെന്ന നാളിൽ, ഹല്ലേലൂയ, ഈ ഐക്യതയ്ക്ക് വേണ്ടി, ഒന്നായി നിൽക്കാൻ വേണ്ടി, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. തൃത്വത്തിൽ ഈ ഐക്യത കണ്ടു. കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായി ഏറ്റവും അധികം നമ്മൾ ഒരു ചർച്ചിൻ്റെ ലൈഫിലേക്ക് നോക്കിയാലോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കാമോ? ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു ജയിലിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുക. നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ചു, ദൈവവചനം പഠിപ്പിച്ചു, നിങ്ങൾക്ക് വല്ല ആശ്വാസവും കിട്ടിയവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ എന്തെങ്കിലും സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നതാണെങ്കിൽ, 2-ാം വാക്യം, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി. കണ്ടോ, അവിടെ അത് പറയുമ്പം ഇംഗ്ലീഷിൽ തുടങ്ങുന്ന മേക്ക് മൈ ജോയ് കംപ്ലീറ്റ്. അപ്പോസ്തലൻ പറയുക, എനിക്കിപ്പം അത്ഭുതം നടക്കുന്നോന്നും കേൾക്കണ്ട, അടയാളം നടക്കുന്നോന്നും കേൾക്കണ്ട, അതൊക്കെ വേണം. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾ അതെല്ലാം ഉണ്ട്. പക്ഷെ വല്ലതും എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് വല്ലതും നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ സന്തോഷത്തിനൊരു പൂർണ്ണത വരുവാൻ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? എന്താണ്?
ഏക മനസ്സുള്ളവരായി. ഏക മനസ്സുള്ളവരായി. ഒരു സഭയിൽ എത്ര പേര് കാണും? ഈ ഫിലിപ്പിയ സഭയില് 2 പേർക്ക് ഒരു മനസ്സാകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ 500 പേര് ഒരു മനസ്സാവുന്നത്? ഈ സഭയോട് പറയുക, എൻ്റെ സന്തോഷത്തിന് പൂർണ്ണത വരണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിങ്ങൾക്ക് വീടുണ്ട്, കാറുണ്ട്, അതൊക്കെ നല്ലതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അതൊക്കെ വരും. എനിക്കതൊന്നും കേൾക്കണ്ട. എനിക്ക് ഒരു കാര്യം കേട്ടാ മതി. നിങ്ങൾ ഏക മനസ്സ്. താഴോട്ട് പോരാ, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഏക മനസ്സ്, ഏക സ്നേഹം പൂണ്ട്. ഏക സ്നേഹം സഭയോടാ പറയുന്നത്. അനേക കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നതാണ് ഒരു സഭ. ഹല്ലേലൂയ. 2 പേരുള്ള, ഭാര്യയും ഭർത്താവുമുള്ള, മക്കളുള്ള ഒരു കുടുംബത്തിൻ്റെ അകത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു കാര്യം ദൈവസഭയ്ക്കകത്ത് എങ്ങനെ കൊണ്ടുവരും? ഹല്ലേലൂയ, ഹല്ലേലൂയ. Healthy families make healthy churches. Amen. സ്നേഹം, same love, same mind, same love. ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി. ഏകഭാവം, സെയിം സെയിം. നോർത്ത് നോക്കി, ഒരു സഭയിൽ വരുമ്പോ പല മനുഷ്യര് പല തരമല്ലേ, പല വ്യക്തിത്വങ്ങൾ, പല ബാക്ക്ഗ്രൗണ്ട്, പല ചിന്താഗതികൾ, പല സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നവര്. പക്ഷേ ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായിരിക്കണം. അതാണ് സഭയുടെ ബലം, അതാണ് സഭയുടെ ശക്തി. 2 ചിന്തിച്ച് സ്വർഗത്തിൽ പോലും, ആരാധന നടക്കുന്നിടത്ത് പോലും, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ പോലും, ഹല്ലേലൂയ, വ്യത്യസ്തമായി ചിന്തിച്ച് ഒരു ദൂതൻ കൊണ്ടുവന്ന നാശനഷ്ടങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ തടസ്സപ്പെട്ടു പോകത്തൊന്നുമില്ല. പക്ഷെ ദൈവം പ്ലാൻ ബിയിലേക്ക് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ മനസ്സായിരിക്കണം. അത് എളുപ്പമല്ല. ഹല്ലേലൂയ. 2 വ്യക്തികൾ തമ്മിൽ പോലും, ഒരു കുടുംബത്തിന്റെ അകത്ത് പോലും. പക്ഷെ അതാ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട്. ഹല്ലേലൂയ. അവിടെയാ ഈ ഐക്യമത്യപ്പെടാൻ പഠിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് വന്ന് കിടന്ന്, അവരെ നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മൾ ലാബിൽ പഠിക്കുന്നതാ. ഹല്ലേലൂയ. സീനിയർ ആൾക്കാരുടെ കൂടെ കയറി നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലൗസും ഇട്ട് ഇങ്ങനെ നിൽക്കാം. അടുത്ത് നിന്ന് കാണാം, അടുത്ത് നിന്ന് ചിലത് പഠിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൈ പിടിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലെ ചിലത് ചെയ്യിപ്പിക്കും. എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും തന്നെത്താൻ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നത്. ദിസ് ഈസ് വാട്ട് ഗോഡ് ഡിസയേഴ്സ്. 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇതൊരു ഭയങ്കര ചലഞ്ചാണ്. അത് മനസ്സിലാക്കണം. ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം ഒരിക്കലും ദൈവത്തിന്റെ ഹിതമല്ല എന്ന് നമ്മൾ പറയുന്നു. എന്നാലും മനുഷ്യന്റെ ഹൃദയ കാഠിന്യം നിമിത്തം ചില മേഖലകൾക്കകത്ത് ഒരാൾ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യും? ഈ പിശാചിനെ ദൈവത്തിനങ്ങ് നേരെ ആക്കി എടുക്കാൻ മേലായിരുന്നോ എന്ന് വേണേ നമുക്ക് ചിന്തിക്കല്ലോ. യേശുവിന്റെ കൂടെ നടന്നിട്ടൊരു യൂദാസിന് മാനസാന്തരം ഉണ്ടാകാഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചു കൂടായോ? അങ്ങനെയും ഉണ്ട് കേട്ടോ, ഉണ്ട്. ദൈവത്തിന്റെ ഹൃദയം വേദനിക്കും, മനസ്സ് വേദനിക്കും. ദൈവത്തിന്റെ ഹിതമല്ല എങ്കിലും വേദനയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നും ഇന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ദൈവമേ, ഞാൻ അതിലൊന്നായി തീരരുതേ. ഹല്ലേലൂയ. ഞാൻ അതിലൊന്നായി തീരരുതേ. ആമേൻ. പത്രോസിനെ പോലൊരു ഹൃദയം താൽക്കാലികമായി ജീവിതത്തിൽ പിന്മാറ്റങ്ങളും തെറ്റുകളും സംഭവിച്ചെങ്കിലും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അലിയുന്ന ഒരു ഹൃദയം എനിക്കും തരണമേ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഹൃദയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുകയാ. ദൈവം ഒരു നാളിലും അവരെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല.
പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോലും നിന്നെ പിന്തുടർന്ന, ഹല്ലേലൂയ, നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച മീനല്ല, തന്നെത്താൻ ഒരുക്കി വെച്ച അപ്പവും മീനും തന്ന് നിന്നെ പോഷിപ്പിച്ച, ജീവിതത്തിന്റെ ചൂടിനകത്തേക്ക് കൊണ്ട് നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. യൂദാസിന്റെ ഹൃദയമുള്ളവരെ ദൈവത്തിന് പോലും സഹായിക്കാൻ കഴിയത്തില്ല. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പറയുക, അങ്ങനെയുള്ള വേദനകൾ യേശുവിനും ഉണ്ടായിരുന്നു, ശുശ്രൂഷയിൽ നിൽക്കുന്ന ഞങ്ങൾക്കും ഉണ്ട്. ഹല്ലേലൂയ. ചിലര് ദൈവത്തിന് പോലും നന്നാക്കിയെടുക്കാൻ പറ്റാത്തവരുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്ന ഘടകത്തിന് ഞങ്ങൾ ഏറെ ദൈവത്തോടുള്ള ബന്ധത്തിന് കഴിഞ്ഞ സെക്കൻഡ് പ്രയോറിറ്റി കുടുംബജീവിതത്തിനാണ്. ശുശ്രൂഷ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, സഭ എന്ന് പറയുമ്പോൾ ആരുടെ മണവാട്ടിയാ? ആരുടെ മണവാട്ടിയാ? അപ്പോൾ ഒരു ദൈവദാസൻ തൻ്റെ മണവാട്ടിയെ വേണം സ്നേഹിക്കാൻ, യേശുവിൻ്റെ മണവാട്ടിയെ അല്ല ആദ്യം സ്നേഹിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് കണ്ടോ, 1 തിമോത്തിയോസ് 3, അവിടെ ഒരു അധ്യക്ഷന്റെ യോഗ്യത പറയുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 4-ാം വാക്യം വായിക്കാമോ? കലഹിക്കാത്തവനും ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ അതെ നന്നായി ഭരിക്കുന്നവനും. അതെ, ഒരു അധ്യക്ഷന്റെ യോഗ്യത പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു സൈഡ് കാര്യം അല്ലേ? അത് പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രവണതകൾ ശുശ്രൂഷയിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വരും. കാരണം ഒരു വഴി ശുശ്രൂഷയുടെ വിളിയുണ്ട്, വലിയ ദർശനമുണ്ട്, അതിനകത്ത് മുന്നേറാൻ എന്തുമാത്രം ബന്ധപ്പെടണം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കയറി വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് നമ്മളെ ദർശനത്തിൽ നിന്നും പിന്മാറ്റുന്ന ഒരു കാര്യം പോലെ തോന്നുകയും അത് നമ്മൾ സൈഡിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ ദൈവം അതിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ശുശ്രൂഷകന് വേണ്ടുന്ന യോഗ്യതകളുടെ പട്ടികയ്ക്കകത്ത് വളരെ പ്രധാനമായി വിവരിച്ച് ഒരു ചോദ്യത്തോടു കൂടെ തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുക. അതെ, ദൈവത്തിന്റെ ഭവനമായിരിക്കുന്ന സഭയെ ഭരിക്കും മുൻപ് ഒരു അധ്യക്ഷനിൽ കാണാൻ ആഗ്രഹിക്കുന്ന യോഗ്യതയാണിത്. സ്വന്തം കുടുംബത്തെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ. ഹല്ലേലൂയ. താഴോട്ട് വായിക്കാമോ? മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. 5-ാം വാക്യം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഹല്ലേലൂയ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ ചലഞ്ചായിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത വചനമായത്. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? അങ്ങനെ അപ്പോസ്തലന്മാര് കണ്ടിരുന്നത്. നമ്മുടെ കുടുംബ ജീവിതത്തെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് ഐക്യമത്യപ്പെട്ട് നമ്മൾ ഒരു ഹൃദയമായി സ്വർഗത്തിൻ്റെ ഒരു അനുഭവം എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മരിക്കുന്നിടം വരെ പൂർണ്ണതയിലെത്തി എന്ന് ആർക്കും പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ അനുഭവത്തിനകത്ത് സ്വന്തം കുടുംബത്തെ നമ്മൾ കൊണ്ടുവരുന്നതിലൂടെ ദൈവസഭയെ പരിപാലിക്കുവാനുള്ള ഒരു പ്രാഗൽഭ്യം ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ വരികയാ. ഹല്ലേലൂയ. അതൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ല, അതൊരു വേസ്റ്റ് ഓഫ് എനർജി അല്ല. അയ്യോ, എൻ്റെ ദർശനത്തിലേക്ക് എനിക്ക് മുന്നേറാൻ പറ്റുന്നില്ല, ഇതൊട്ട് ശരിയാവുന്നുമില്ല, ദൈവമേ ഇതൊക്കെ അങ്ങനെ കിടക്കട്ടെ, എനിക്ക് നീയായി ശുശ്രൂഷയായി എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ദൈവം അനുവാദം നൽകുന്നില്ല. ഹല്ലേലൂയ. കാരണം ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഒരു തിയോളജി കോളേജിൽ പോയി പഠിച്ചതിൻ്റെ ഡിഗ്രി വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നതിലൂടെ ഒരു ഭാര്യയും 2, 3, 4, 5 മക്കളെ
ദൈവത്തിൻ്റെ വഴികളിൽ കൊണ്ടുവരുന്നതിലൂടെ, സ്വർഗത്തിൻ്റെ അനുഭവം ആ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്നതിലൂടെ, നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും കൈകാര്യം ചെയ്ത് അല്ലേ സമാധാനത്തോടെ ഐക്യമത്യപ്പെട്ട് വീണ്ടും മുന്നേറാൻ കഴിയുന്നതിലൂടെ, ഹല്ലേലൂയ, ഒരു ബൈബിൾ കോളേജിൽ നിന്നും കിട്ടാത്ത ഒരു ട്രെയിനിങ്, ഒരു പ്രാഗൽഭ്യം സ്വർഗം ഒരു സർട്ടിഫിക്കറ്റായി, അത് പുരുഷനാണെങ്കിലും കൊള്ളാം, സ്ത്രീയാണെങ്കിലും കൊള്ളാം. ഹല്ലേലൂയ. എൻ്റെ സ്വന്തം ഭവനത്തിൽ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുവാനും കീഴ്പ്പെടാനും ഐക്യമത്യപ്പെടാനും കഴിയാതെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറി നിന്ന് എനിക്ക് ദൈവവചനം പറയാൻ പ്രാഗൽഭ്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇതാ നമ്മുടെ ദർശനം, ഇതാ നമ്മുടെ മോട്ടിവേഷൻ. എനിക്കൊരു ഹാപ്പി ഫാമിലി വേണം. ഞങ്ങൾക്ക് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ വീട്ടിലും വെച്ച് ഫേസ്ബുക്കിലും ഇട്ട് 4 പേരെ കാണിക്കാൻ വേണ്ടി അല്ല. അയ്യോ, ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രമാണമാ. ഹല്ലേലൂയ. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റോടെ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കുടുംബം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ തൃത്വത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക കുടുംബത്തിന്റെ അകത്ത് വരെ വ്യാപരിക്കണം. അത് തന്നെ ദൈവസഭയിൽ വ്യാപരിക്കണം. എന്നാൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ ശാശ്വതമായി നിത്യത വരെ നിലനിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മളിലൂടെ ഉളവായി വരൂ. എന്നാൽ മാത്രമേ പൈശാചിക ശക്തികളെ വെല്ലുവിളിച്ച് ധൈര്യത്തോടെ നമുക്ക് നിൽക്കുവാൻ കഴിയൂ. എന്നാൽ മാത്രമേ ഏത് പൈശാചിക കാറ്റിനെയും അതിജീവിച്ച് വേരുള്ളവരായി നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയൂ. അങ്ങനെ ഒരു വലിയ ദർശനമാണ് ഹല്ലേലൂയ കുടുംബജീവിതം പണിയുന്നതിൻ്റെ പിന്നിലുള്ളത് എന്ന് ദൈവമക്കൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞങ്ങളെ ചലഞ്ച് ചെയ്തത്, ഞങ്ങളെ നിലനിർത്തിയത്, മുൻപോട്ട് കൊണ്ടുപോയത് ഞങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം മാത്രമല്ല, അതുണ്ട് കേട്ടോ, അതിനേക്കാളേറെ യേശുവിനോടുള്ള സ്നേഹം. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ അങ്ങനെ നമ്മൾ ഭാര്യയെ തപ്പി നടന്ന ആരാന്ന് പോലും മനസ്സിലാവുകയല്ലേ ചിലപ്പം. അവിടെ അങ്ങനെയില്ല. നമ്മൾ ഓരോരുത്തരുമാ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ യേശുവിനോടുള്ള സ്നേഹം, യേശു എൻ്റെ രക്ഷിതാവ് മാത്രമല്ല, എൻ്റെ കർത്താവാണോ, എൻ്റെ നാഥനാണോ. നീ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എൻ്റെ വചനം നീ അനുസരിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ഈ മേഖലയ്ക്കകത്തും ചോദിക്കും. ഹല്ലേലൂയ. പരസ്പരമുള്ള സ്നേഹം അതിനൊരു മാനദണ്ഡമാണെങ്കിലും അതിലേറെ യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം. കർത്താവേ, നീ പറഞ്ഞതല്ലേ, നിന്റെ ആഗ്രഹമല്ലേ, ഞാനത് ചെയ്യും. ഞാൻ മരിച്ചാലും, എൻ്റെ സ്വയം മരിച്ചാലേ, കുറച്ചങ്ങ് മരിക്കട്ടെ അല്ലേ. കർത്താവ് അതല്ലേ പറഞ്ഞേ, എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് അങ്ങ് പോട്ടെ. കുറച്ചൊക്കെ വാശിയും വൈരാഗ്യവും എനിക്കിങ്ങനെ പറ്റൂ എന്നൊക്കെ നമ്മൾ വാശി പിടിക്കത്തില്ലയോ? എനിക്കിത് വേണം. സ്വയ ആഗ്രഹങ്ങൾ, സ്വയ താല്പര്യങ്ങൾ, സ്വയത്തിൻ്റെ പ്രകടനങ്ങൾ, ഇതൊക്കെ അങ്ങോട്ട് മരിക്കട്ടെ. ഹല്ലേലൂയ. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനല്ല, യേശുവിൻ്റെ സ്നേഹം. കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ സ്രോതസ്സ് എൻ്റെ ജീവിതത്തിൽ അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ ഉണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്നല്ലേ. കർത്താവേ, നിന്റെ വചനമായിരിക്കുന്നത് പോലെ അനുസരിക്കുവാൻ, ഹല്ലേലൂയ, ഞാനോ കുറയണം, നീയോ വളരണം. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ.